നമസ്കാരം. നിങ്ങളുടെ വിശ്വാസങ്ങൾ നിങ്ങളുടെ ചിന്തകളാണ്. ചിന്തകൾ വാക്കുകളും, വാക്കുകൾ പ്രവൃത്തികളും, പ്രവൃത്തികൾ മൂല്യങ്ങളുമാകുന്നു. നിങ്ങളുടെ മൂല്യങ്ങളാണ് നിങ്ങളുടെ വിധിയാവുന്നത്. ഗാന്ധിജിയുടെ ഈ വചനം ഓർക്കുന്നതിനൊപ്പം മറ്റുള്ളവരുടെ വിധി മാറ്റി എഴുതിക്കൊണ്ട് സ്വന്തം വിധി നിശ്ചയിക്കാൻ സമൂഹമധ്യത്തിലേക്കിറങ്ങിയ യുവാക്കളുടെ വേദി ജനനായകനിലേക്ക് സ്വാഗതം. കൊടുങ്കാറ്റായി വളർന്നവൻ, മാറ്റം വിതച്ചവൻ, കൊടുങ്കാറ്റായി വളർന്നവൻ, നമ്മളിൽ നിന്നുയർന്നു വന്നവൻ, നമ്മുടെ കരം പിടിച്ചവൻ, നമ്മളിൽ നിന്നുയർന്നു വന്നവൻ, നമ്മുടെ കരം പിടിച്ചവൻ. ജനനായകൻ 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 ജനനായകൻ. ഒരു മനമായൊരു കനവായൊരു നിലവിൽ മുന്നേറാം, ഒരു മനമായൊരു കനവായൊരു നിലവിൽ മുന്നേറാം, പുതുപുലരിയായി പുതുപ്രതീക്ഷയായി പുതിയ പാതയിൽ മുന്നേറാം, പുതുപുലരിയായി പുതുപ്രതീക്ഷയായി പുതിയ പാതയിൽ മുന്നേറാം. ജനനായകൻ 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 ജനനായകൻ. മുന്നേറാം മുന്നേറാം മുന്നോട്ട് ജനനായകൻ, മുന്നേറാം മുന്നേറാം മുന്നോട്ട് ജനനായകൻ. ജനനായകൻ 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 ജനനായകൻ. ജനനായകന്റെ ജനപ്രിയ വിധികർത്താക്കളെ സ്വാഗതം ചെയ്യാം. ശ്രീ രഞ്ജി പണിക്കർ, ശ്രീ ഷാജി കൈലാസ്, സംവിധായകനും തിരക്കഥാകൃത്തുമായ ശ്രീ ശ്യാമപ്രസാദ്, ജനനായകനിലെ ഇന്നത്തെ അതിഥിയെ കൂടി സ്വാഗതം ചെയ്യുന്നു. ഒരു ദിവസം കൊണ്ടൊരു വിപ്ലവം സംഭവിച്ചിട്ടില്ല. ആൾക്കൂട്ടമല്ല പലപ്പോഴും മാറ്റങ്ങൾക്ക് തുടക്കമിടുന്നത്, വ്യക്തികളാണ്. ചിലപ്പോൾ ചില ചിതറിയ ചിന്തകളും. അങ്ങനെയുള്ള ചെറിയ ചെറിയ ആശ്വാസത്തിൻ്റെ തുരുത്തുകളെയാണ് നമുക്ക് ജനനായകനിൽ കാണാനും സാധിക്കുന്നത്. ഈ കഴിഞ്ഞ എപ്പിസോഡുകളിലെല്ലാം ഇത്രയും പേർ, ഒരുപക്ഷെ കേരളത്തിൻ്റെ പരിച്ഛേദമാണ് ഈ ഇരിക്കുന്നതെല്ലാം. തെക്ക് തൊട്ട് വടക്ക് വരെയുള്ള എല്ലാ ജില്ലകളെയും സാംശീകരിച്ചുകൊണ്ട് അവിടുത്തെയുള്ള പ്രശ്നങ്ങളെ ആഴത്തിൽ തൊട്ട് അറിഞ്ഞുകൊണ്ട് വന്നിരിക്കുന്നവർ. അങ്ങേക്ക് എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്, പ്രത്യേകിച്ച് ജനനായകൻ്റെ ഒരു ഉത്തരവാദിത്വത്തെക്കുറിച്ച് പറയുമ്പോൾ? അമൃത ടെലിവിഷൻ്റെ ഒരു പ്രവർത്തകൻ എന്നുള്ള രീതിയിൽ ഈ ചാനൽ മുൻനിർത്തുന്ന ചില മാധ്യമപരമായ ഉത്തരവാദിത്വം, അത് ഒരു കഴിഞ്ഞ 10 വർഷമായിട്ട് 10-ലധികം വർഷമായിട്ടൊരു തുടർച്ചയായിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്. സിറ്റിസൺ ജേർണലിസ്റ്റ് എന്നുള്ളൊരു പരിപാടി
മലയാളത്തിൽ ആദ്യമായിട്ട് ഈ നമ്മുടെ നാട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങളെ അവതരിപ്പിക്കുന്ന സാധാരണക്കാരനെ ഒരു ജേർണലിസ്റ്റിൻ്റെ തലത്തിലേക്ക് ഉയർത്തുന്ന പരിപാടി സങ്കല്പിക്കുകയും അത് നിർമ്മിക്കുകയും ചെയ്ത ചാനലാണ്. അതുപോലെ തന്നെ കഥയല്ലത് ജീവിതം, സാധാരണക്കാരുടെ പ്രശ്നങ്ങളെ, അവരുടെ നീതി നിഷേധങ്ങളെ ചർച്ചയ്ക്ക് വിധേയമാക്കുന്നു. ജനറൽ എൻ്റർടൈൻമെൻറ്റ് ചാനൽ എന്നുള്ള ഗ്രൂപ്പിൽ നിന്നുകൊണ്ട് തന്നെ എൻ്റർടൈൻമെൻറ്റിൻ്റെ ഫോർമാറ്റിനെ പരമാവധി ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ അടിത്തട്ടിലുള്ള പ്രശ്നങ്ങൾ അവതരിപ്പിക്കാം എന്നുള്ളൊരു ശ്രമമാണ് അമൃത ടെലിവിഷൻ ചെയ്തിട്ടുള്ളത്. ഈ ജനനായകൻ തീർച്ചയായും ആ ഒരു ശ്രമത്തിൻ്റെ ഏറ്റവും അവസാനത്തെ ഒരു ഘട്ടത്തിലെത്തി നിൽക്കുന്നതാണ്. ഇത് തീർച്ചയായും ഇലക്ട്രോണിക് മാധ്യമത്തിന് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളൊരു ഏരിയയാണ്. അത് ഫലവത്തായിട്ട് ഇവിടെ ഉപയോഗിക്കപ്പെടും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ജനനായകൻ്റെ പ്രസക്തിയും ജനനായകരുടെ ഉത്തരവാദിത്വവുമാണ് അദ്ദേഹം ഓർമ്മിപ്പിച്ചത്. സാമൂഹ്യ പ്രവർത്തനം പലപ്പോഴും ബിസിനസ്സായോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ഏർപ്പാടോ ഒക്കെയായോ സമൂഹത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ MBA കഴിഞ്ഞ് സേവനത്തിൻ്റെ ഒരു പാത തിരഞ്ഞെടുക്കണം എന്ന ആഗ്രഹത്തോടു കൂടിയാണ് ഇന്നത്തെ ആദ്യത്തെ മത്സരാർത്ഥി ഇവിടെ എത്തിയിരിക്കുന്നത്. ക്ഷണിക്കാം കാസർഗോഡ് നിന്ന് ശ്രീഖ. ശ്രീഖ, എന്താണ് പശ്ചാത്തലം, പറയൂ. ഞാൻ MBA കഴിഞ്ഞാണ്, MBA ഫിനാൻസ് കഴിഞ്ഞാണ്. അതിനുശേഷം 1 വർഷത്തോളം ബഹ്റൈനിൽ വർക്ക് ചെയ്തു, അക്കൗണ്ടൻ്റായിട്ട് വർക്ക് ചെയ്തു. അതിനുശേഷം ഇപ്പോൾ കാസർഗോഡ് ജില്ലയിലെ ഒരു പ്രൈവറ്റ് കോളേജാണ് ത്രിവേണി ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, അവിടെ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു. മാരീഡാണ്, കുട്ടിയുണ്ട്. മോൻ്റെ പേര് വൈഷ് വിജയ്, 2 വയസ്സായ കുഞ്ഞാണ്. കാണാം ശ്രീഖ ഏറ്റെടുത്ത ആ ടാസ്കിലേക്ക്. തകർത്തു പെയ്ത പേമാരി കേരളത്തിന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും പ്രളയമാണ് സൃഷ്ടിച്ചതെങ്കിൽ വയനാട്ടിൽ ഉരുൾപൊട്ടലാണ് ജനജീവിതം ദുസ്സഹമാക്കിയത്. വൻമരങ്ങളെപ്പോലും കടപുഴക്കി ഉരുൾപൊട്ടലിൽ മണ്ണും ചെളിയും പാറകളും പ്രവഹിച്ചപ്പോൾ പ്രാണഭയത്തോടെ എങ്ങോട്ടെന്നില്ലാതെ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു മനുഷ്യരും മൃഗങ്ങളുമെല്ലാം. മലകളിടിച്ചെത്തിയ പ്രളയജലത്തിൽ വയനാട് ഒലിച്ചു പോവുകയായിരുന്നു. 163 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 24,373 പേരാണ് ആദ്യഘട്ടത്തിൽ വീടും സമ്പാദ്യവുമെല്ലാം നഷ്ടപ്പെട്ട് എത്തിച്ചേർന്നത്. പ്രളയവും ഉരുൾപൊട്ടലും വയനാട്ടിലെ ആദിവാസി കുടുംബങ്ങൾക്കുണ്ടാക്കിയ നാശനഷ്ടങ്ങൾ ഇനിയും കൃത്യമായി പുറം ലോകം അറിഞ്ഞിട്ടില്ല. പല ഊരുകളും തീർത്തും ഒറ്റപ്പെടുകയും വൻതോതിലുള്ള നാശനഷ്ടങ്ങൾക്ക് ഇരയാവുകയും ചെയ്തു. പ്രളയത്തിൽ ദുരിതമനുഭവിക്കുന്ന വയനാട്ടിലെ ആദിവാസികൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലാനാണ് കാസർഗോഡ് നിന്നുള്ള ജനനായകൻ മത്സരാർത്ഥി ശ്രീഖ അമൃത TVയുടെ അനുമതി തേടിയത്. ആദ്യം വേണ്ട നമുക്ക് ഭക്ഷണമാണ്. ഭക്ഷണം തിന്നാൻ തന്നെ എവിടെയും പണിയില്ല. ഒരിച്ചിരി എന്തെങ്കിലും ഒന്ന് കടയിൽ നിന്ന് മേടിക്കണമെങ്കിൽ തന്നെ പൈസ കൊടുത്ത് മേടിക്കണം. അതുപോലത്തെ ഒരവസ്ഥ ഞങ്ങൾക്ക് ഇവിടെ 10 രൂപൻ്റെ കാശ് പോലും നമ്മളെ കയ്യിലില്ലാണ്ട്. 2 വർഷമായി ഇനി ഇവിടെ കൃഷി അതുപോലെ തന്നെ തൊഴിലുറപ്പൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്തെങ്കിലും സ്വയം തൊഴിൽ ചെയ്ത് കുടുംബജീവിതം മുന്നോട്ട് പോകണമെന്ന് കോളനിക്കാരൊക്കെ പറഞ്ഞു. ജനനായകനിലെ ഞങ്ങളുണ്ട് നാടിനൊപ്പം എന്ന റൗണ്ടിലൂടെ വയനാട്ടിലെ പ്ലാമൂല എന്ന സ്ഥലത്തെ ആദിവാസി കോളനിയിൽ പ്രവർത്തിക്കാനുള്ള ടാസ്ക് ഏറ്റെടുക്കാൻ ശ്രീഖയ്ക്ക് അനുമതി ലഭിച്ചു. ശ്രീഖയ്ക്ക് ആശംസകൾ. ഈ നമ്മുടെ ടാസ്കുകൾ നോക്കുമ്പോൾ ഒരു പുതിയ സബ്ജക്റ്റിലേക്കാണ് ശ്രീഖ കടന്നു ചെന്നിരിക്കുന്നത്. ലിഞ്ചേട്ടൻ അതിനെ ആ ഒരു വിഷയത്തെ എങ്ങനെയാണ് കാണുന്നത്? ഈ ആദിവാസി ക്ഷേമത്തിന് വേണ്ടി സ്വതന്ത്ര ഭാരതത്തിൽ ചെലവഴിക്കപ്പെട്ട പണം ബാങ്കിലിട്ടിട്ട് അതിൻ്റെ പലിശ കൊടുത്തിരുന്നെങ്കിൽ ഒരു ആർഭാടമായിട്ട് ജീവിച്ചു. ഈ കോളനിയിൽ, പ്ലാമൂല കോളനിയിൽ വീടുകൾ വെച്ച് കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഭേദപ്പെട്ട വീടുകൾ നമുക്ക് പശ്ചാത്തലത്തിൽ കാണാം. ഈ വീട് വെച്ച് കൊടുക്കുമ്പോഴും വീട് പുലരാനുള്ള വഴിയൂടെ ഇല്ലെങ്കിൽ വീട് കൊണ്ട് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. വീടിന് അർത്ഥമുണ്ടാകുന്നത് അതിൽ താമസിക്കുന്ന ആളുകളുടെ ക്ഷേമം കൂടെ ഉറപ്പാക്കപ്പെടുമ്പോഴാണ്. നമ്മൾ കാണുന്നതിൽ നമുക്ക് ഈ വിഷ്വൽസിൽ നിന്ന് പെട്ടെന്ന് മനസ്സിലാവുന്നത് ഇപ്പോഴും പ്രാകൃതമായ ജീവിത സാഹചര്യങ്ങൾ അവരെ പൊതിഞ്ഞു നിൽക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ കാണുന്ന കുട്ടികളിൽ നമുക്കത് കാണാം. കാണുന്ന സ്ത്രീകളുടെ അനാരോഗ്യം വളരെ പ്രകടമാണ്. ബേസിക്കലി ഒരു തൊഴിൽ ചെയ്ത് ജീവിക്കുക എന്ന് പറയുന്നതിന് വേണ്ട പ്രാഥമികമായ സാഹചര്യം എന്ന് പറയുന്നത് ആരോഗ്യമാണ്. ആരോഗ്യം തുച്ഛമാണ്, നമുക്ക് കണ്ടറിയാം. വിദ്യാഭ്യാസം എത്ര ഫെസിലിറ്റീസാണ്.
ഏറ്റവും കൂടുതൽ പഠനങ്ങൾ ഉണ്ടായിട്ടുള്ളത്, സാമൂഹ്യ പഠനങ്ങൾ ഉണ്ടായിട്ടുള്ളത് ട്രൈബൽ മേഖലയിലാണ്. ഈ ഒരു പഠനം നടപ്പിലാക്കിയിരുന്നെങ്കിൽ, ഈ ലക്ഷക്കണക്കിനുള്ളതിൽ ഒരു പഠനം കൃത്യമായിട്ട് അതിൻ്റെയൊക്കെ ഫൈൻഡിങ്സ് കൃത്യമായിട്ട് നടപ്പിലാക്കാനുള്ളൊരു കമ്മിറ്റ്മെൻറ്റ് ആർക്കെങ്കിലും ഉണ്ടായിരുന്നു. ആദിവാസികളുടെ ഭൂമി തുരന്നു കൊണ്ടുപോയ ആളുകൾ ഇപ്പോഴുമില്ലേ? പ്രത്യേകിച്ച് വയനാട്ടിലെ പോലെ വ്യാപകമായ വനം കൊള്ള നടന്നൊരു പ്രദേശം കേരളത്തിലില്ല. അതാത് കാലങ്ങളിലെ രാഷ്ട്രീയ മുന്നണി കൂട്ടങ്ങളുടെ എല്ലാം തന്നെ ഒരു ഇക്വേഷനെ സ്വാധീനിച്ചിട്ടുള്ളത് മരം വെട്ടാനും വനം കത്തിക്കാനും വനം നശിപ്പിക്കാനും ഉള്ള ഒരു അവകാശം കൂടി ഉറപ്പ് ചെയ്തിട്ടാണ് പല ഇക്വേഷൻസിലും പല പാർട്ടികളും നിലകൊണ്ടിട്ടുള്ളത്. എന്ത് മാറ്റത്തിലേക്കാണ് അവരെ നയിക്കാൻ പറ്റിയത്? കാണാം ഇടവേളയ്ക്ക് ശേഷം. വയനാട്ടിലെ ആദിവാസി ഊരുകളുടെ കാര്യം പറയുമ്പോൾ സ്വതേ ദുർബല, പോരാത്തതിന് ഗർഭിണി എന്ന് പറഞ്ഞ പോലെയായി പോയി പ്രളയത്തിൻ്റെ ഒരു ഇമ്പാക്റ്റ്. ഞങ്ങൾ നോക്കുമ്പോൾ ഈ രാഷ്ട്രീയത്തിൻ്റെ നേതാക്കൾ അവിടെ പോയി അവരുടെ ഊരിൽ താമസിക്കുക 3 ദിവസം, അത് കഴിഞ്ഞ് അവരുടെ സദ്യ ഉണ്ണുക, അവരെ വെച്ചിട്ട് ബഹളം ഉണ്ടാക്കുക, പാട്ട് പാടുക, എല്ലാവരും ചെണ്ട കൊട്ടിക്കുക, അവരെ കൊണ്ട് എന്തൊക്കെ ചെയ്യിപ്പിക്കുക അത് ചെയ്തിട്ട് മലയിറങ്ങും. കുറേ TV ക്യാമറാസും മീഡിയാസിനെ വിളിച്ച് നിർത്തിയിട്ട്. അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആദിവാസി ഉത്സവങ്ങൾ. ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് പ്രാപ്പുഴ തെക്കേക്കര പാലം എന്നായിരുന്നു ആ പാലത്തിൻ്റെ പേര്. ഇന്ന് ആളുകൾ സ്നേഹത്തോടെ ആ പാലത്തെ വിളിക്കുന്നത് ജനനായകൻ പാലം എന്നാണ്. വയനാട്ടിലെ പ്ലാമൂല ആദിവാസി മേഖലയിലാണ് ശ്രീഖ എത്തിയത്. അവിടുത്തെ ടാസ്കിൽ ശ്രീഖ നേടിയ റിസൾട്ട് എന്താണ് എന്ന് കാണാം. തൊണ്ണൂറ്റിയഞ്ച് കുടുംബങ്ങൾ താമസിക്കുന്ന പ്ലാമൂല ആദിവാസി കോളനി. പ്രളയവും ഉരുൾപൊട്ടലും ഉപജീവനമാർഗം നഷ്ടപ്പെടുത്തിയ ജനത പ്ലാമൂലയിലെ ആദിവാസി സ്ത്രീകൾക്കിടയിലേക്ക് കടന്നുചെന്ന് അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കുകയായിരുന്നു ശ്രീക ആദ്യം ചെയ്തത്. ഇനി എങ്ങനെയെങ്കിലും ജീവിക്കണമെങ്കിൽ ഭക്ഷണം കഴിക്കാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല, അല്ലെ? ഭക്ഷണം കഴിക്കണമെങ്കിൽ എന്തായിട്ടും പൈസ വേണം. പിന്നീട് കരകൗശല ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാൻ ഇവർക്ക് പരിശീലനം നൽകി. പാഴ്വസ്തുക്കളിൽ നിന്ന് വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ ഇവർ നിർമ്മിച്ചു. ഇത് വയലുകളിൽ കിട്ടുന്ന പുല്ലാണ്. ഈ പുല്ല് കിട്ടിയിട്ട് അത് കിട്ടിയാൽ മാത്രം പോരാ, നല്ല ഉണക്കിയെടുക്കണം. ഉണക്കിയെടുത്തിട്ട് തുന്നാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത് അങ്ങോട്ടൊക്കെ തുന്നി കുറേ പിടിപ്പിക്കാനൊക്കെ ഉണ്ട്. നൂലുണ്ടെങ്കിൽ അത്രയും നല്ല ഡെക്കറേഷൻ ചെയ്തിട്ട് പോലെ നല്ല തുന്നി എടുക്കാൻ പറ്റും. പിന്നീട് ഈ ഉൽപ്പന്നങ്ങൾ സ്വന്തം നാടായ കാസർഗോഡ് എത്തിച്ച് ശ്രീക വിപണി കണ്ടെത്തി. ഇതാണെങ്കിൽ ഒരു 65-60 കൊടുക്കാം. പിള്ളേർക്ക് അത് വലിയൊരു ഭാരമായിട്ട് തോന്നുന്നില്ല. ഇതാണെങ്കിൽ ഒരു 45 രൂപ അങ്ങനെ. പ്ലാമൂല കോളനിയിൽ സ്വാശ്രയം എന്ന പേരിൽ 15 പേരടങ്ങുന്ന ഒരു സ്ത്രീ കൂട്ടായ്മ ഉണ്ടാക്കി പ്രകൃതി വിഭവങ്ങൾ കൊണ്ട് തന്നെ പലതരം ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാൻ പിന്തുണ നൽകുകയും സ്വാശ്രയം എന്ന പേരിൽ ഒരു FB പേജ് ഉണ്ടാക്കി ഈ ഉൽപ്പന്നങ്ങൾക്ക് മാർക്കറ്റ് കണ്ടെത്തുകയും ചെയ്തു. കാസർകോട്ടെ മറ്റു ചില വ്യാപാര സ്ഥാപനങ്ങളിലൂടെയും സ്വാശ്രയം സ്ത്രീ കൂട്ടായ്മയുടെ ഉൽപ്പന്നങ്ങൾക്ക് വിപണി കണ്ടെത്താൻ ശ്രീകയ്ക്കായി. ഉൽപ്പന്നങ്ങൾ വിറ്റുകിട്ടിയ തുക അവർക്ക് കൈമാറുകയും തുടർന്നും മുടക്കമില്ലാതെ ഈ പദ്ധതി മുന്നോട്ടു പോകാനുള്ള ഏർപ്പാട് ചെയ്യുകയും ചെയ്തു. വയനാട്ടിലെ ആദിവാസി കുടുംബങ്ങളുടെ പട്ടിണി അകറ്റാൻ ജനനായകനിലൂടെ ഇറങ്ങിത്തിരിച്ച ശ്രീകയ്ക്ക് അഭിനന്ദനങ്ങൾ. വയനാട്ടിലെ ആദിവാസി ഊരിലെ അവരുടെ ഒരു പരമ്പരാഗതമായ ചില ശീലങ്ങളെ അവരെ കൊണ്ട് തന്നെ ഒന്ന് പുനരുജ്ജീവിപ്പിക്കാനാണ് ശ്രീഖയുടെ ശ്രമം ഉണ്ടായത്. എന്താണ് ഷാജിയേട്ടന് തോന്നുന്നത്? ഈ സംരംഭം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. താങ്ക് യു സർ. എന്നറിയാമോ, അവർക്കറിയാവുന്ന തൊഴിൽ, അതാണ് വേറെ തൊഴിൽ കൊണ്ട് അവർക്ക് അറിയാവുന്ന തൊഴിൽ അവിടുത്തെ തന്നെ ഉൽപ്പന്നങ്ങൾ കൊണ്ട് ഉണ്ടാക്കിപ്പിച്ച് വിപണിയിലെത്തിക്കുക. അത് ഈ പ്രത്യേക സാഹചര്യത്തിൽ ഞാനൊക്കെ പ്രസംഗങ്ങൾ കേട്ട് സമയത്ത് തൊട്ട് അതിൻ്റെ അറിവ് കിട്ടി തുടങ്ങിയ സമയം തൊട്ടേ ഈ വാക്കാണ് കേൾക്കുന്നത്. പാവപ്പെട്ട ആദിവാസി എന്ന് പറഞ്ഞിട്ടാണ് എല്ലാവരും രാഷ്ട്രീയക്കാർ പ്രസംഗിക്കുന്നത്. ഞങ്ങൾ നോക്കുമ്പോൾ ഈ രാഷ്ട്രീയത്തിൻ്റെ നേതാക്കൾ അവിടെ പോയി അവരുടെ ഊരിൽ താമസിക്കുക 3 ദിവസം, അത് കഴിഞ്ഞ് അവരുടെ സദ്യ ഉണ്ണുക, അവരെ വെച്ചിട്ട് ബഹളം ഉണ്ടാക്കുക, പാട്ട് പാടുക, എല്ലാവരും
ചെണ്ട കൊട്ടിക്കുക, അവരെ കൊണ്ട് എന്തൊക്കെ ചെയ്യിപ്പിക്കുക അത് ചെയ്തിട്ട് മലയിറങ്ങും. കുറേ TV ക്യാമറാസും മീഡിയാസിനെയും വിളിച്ച് നിർത്തിയിട്ട്. അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആദിവാസി ഉത്സവങ്ങൾ. ആ വൃത്തികെട്ട മനോഭാവം മാറ്റിയെടുക്കാൻ ഇയാളെപ്പോലുള്ളൊരു കുട്ടിക്ക് കഴിഞ്ഞു. ആദിവാസി ഊരുകളിൽ ഇപ്പോൾ കണ്ട അവരുടെയൊക്കെ ഭാഷയൊക്കെ പതിയെ മാറി തുടങ്ങിയിരിക്കുന്നു. അവർ ഡെക്കറേഷൻ എന്നൊക്കെ പറഞ്ഞു വിദ്യാഭ്യാസത്തിന്റെ കുറച്ചും കൂടെ അറിയാം അവർക്ക്. അതെ, കാര്യങ്ങൾ കുറച്ചുകൂടി മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു. പുരുഷന്മാരെ ഒരാളെ പോലും ഞാൻ ഒരു ഫ്രെയിമിലും കണ്ടില്ല. അവരെന്താ ചെയ്യുന്നത്? അല്ല, പുരുഷന്മാര് തീർത്തും പുറത്ത് പോയി പണിയെടുക്കുകയാണ് ചെയ്യുന്നത്. അവിടെ പണിയില്ലാത്തതുകൊണ്ട് പുറം ഭാഗത്തേക്ക് തന്നെ. ഞാനും പുരുഷന്മാരെ അത്ര അധികം കണ്ടിട്ടില്ല. ഒരു അപ്പൂപ്പൻ താല്പര്യത്തോടു കൂടി വന്നു എന്നല്ലാതെ ബാക്കി എല്ലാവരും പുറമെ. അവിടെയുള്ള മിക്കവാറും ചെറുപ്പക്കാർ മല കയറി അപ്പുറത്ത് പോയിട്ട് ഇഞ്ചി കൃഷിക്ക് പണിക്ക് പോവാണ്. പലരും തിരിച്ചു വരാറുമില്ല. എത്ര പേർക്ക് തൊഴിൽ ഉണ്ടാക്കി കൊടുക്കാൻ കഴിഞ്ഞു? ഇപ്പൊ അത് 15 പേരുള്ള ഒരു സ്വാശ്രയം എന്ന് പറയുന്ന ഒരു യൂണിറ്റ് ആണ് അവർ തുടങ്ങിയത്. ആകെ എത്ര സ്ത്രീകളാണ്? അതിൽ തന്നെ അവിടെ സ്ത്രീകൾ എനിക്ക് തോന്നുന്നു 34 സ്ത്രീകൾ, മീൻസ് ഇതിന് താല്പര്യമുള്ള 34 സ്ത്രീകളെ ഞാൻ കണ്ടിരുന്നു. തൊഴിൽ സന്നദ്ധതയുള്ള, തൊഴിലെടുക്കാൻ ആരോഗ്യമുള്ള അത്ര സ്ത്രീകളാണ്. 34 സ്ത്രീകൾ അവിടെ ഉണ്ട്. എന്തായിരുന്നു ഇതിന്റെ ഒരു വരുമാനം? ഇപ്പൊ എനിക്ക് 1500 അടുത്ത് അവർക്ക് കൊടുക്കാൻ സാധിച്ചിട്ടുള്ളൂ. ആകെ കൂടെ അത്രേ എനിക്ക് സാധിച്ചിട്ടുള്ളൂ. ഈ 1500 രൂപ എത്ര ദിവസത്തെ പ്രയത്നത്തിന്റെ ആണത്? അല്ല സർ, അത് ഒരു 4 ദിവസം ആദ്യത്തെ സാധനങ്ങൾ ഉണ്ടാക്കിയത്. 4 ദിവസം 15 സ്ത്രീകൾ പണിയെടുക്കുകയും ഞാൻ പഠിപ്പിച്ചു. ആദ്യത്തെ 4 ദിവസം ഞാൻ പഠിപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അതിനുശേഷം ഒരു ക്രാഫ്റ്റ് അഭ്യസിക്കുന്നതിനായിട്ടുള്ള ഒരു സമയം, ആ ഒരു കാലപരിധി നമ്മൾ മാറ്റിവെച്ചതിന് ശേഷം എത്ര ദിവസത്തെ അധ്വാനം, എത്ര ഉൽപ്പന്നങ്ങൾ, അതാകെ അവർക്ക് നേടാൻ കഴിഞ്ഞത് 1500 രൂപയാണോ ഈ 15 സ്ത്രീകൾക്ക്? ഇതുവരെ ആയിട്ട് 1500 രൂപ കിട്ടിയിട്ടുള്ളൂ. അതിൽ ഞാനിപ്പോൾ ലാസ്റ്റ് കാണിച്ച കുറച്ച് സാധനങ്ങൾ, ആ തൊപ്പി അതൊക്കെ പറയുന്ന സാധനങ്ങൾ അവരൊരു 2 വീക്സ്, ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് ഒരു 2 വീക്സ് മുന്നേ എന്നെ ഏൽപ്പിച്ച സാധനങ്ങളാണ്. കടയിൽ കൊടുക്കുമ്പോൾ മൊത്തമായിട്ട് പൈസ സത്യം പറഞ്ഞാൽ ഞാൻ വാങ്ങിച്ചിട്ടില്ല. അവരെന്നോട് പറഞ്ഞത് കുറച്ച് വിഭവങ്ങൾ ഇവിടെ കൊണ്ടുവരുന്നതാണ്, ഞങ്ങൾ കുറെ മേടിക്കായിരുന്നല്ലോ. തീർച്ചയായും ഞാൻ കൊണ്ടുവന്നേനെ. ഗ്രാമീണ കരകൗശല യൂണിറ്റുകൾ ധാരാളമുള്ള ഇത്തരം വിപണിയിൽ സുലഭമായി ഉള്ള പ്രോഡക്റ്റുകളാണിത്. അപ്പോൾ അതിൻ്റെ മാർക്കറ്റിംഗ് സാധ്യതകൾ എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണ് ഒരർത്ഥത്തിൽ. മാനം വിൽക്കാതെ ജീവിക്കാൻ എങ്ങനെ ഒരു അവനവൻ്റെ കാലിൽ നിൽക്കാൻ പറ്റും എന്നൊരു ചോദ്യത്തിനു കൂടി അവിടെ ഒരു ഉത്തരമുണ്ട്. അല്ലെ, വയനാട്ടിലെ ആദിവാസി ഊരുകളുടെ കാര്യം പറയുമ്പോൾ സ്വതേ ദുർബല, പോരാത്തതിന് ഗർഭിണി എന്ന് പറഞ്ഞ പോലെയായി പോയി പ്രളയത്തിൻ്റെ ഒരു ഇമ്പാക്റ്റ്. അത്രയധികം പ്രതിസന്ധികൾ അനുഭവിക്കുന്ന ഒരു സമൂഹത്തിൽ ഇതും കൂടി ഉണ്ടായപ്പോൾ അപ്പോൾ അത് തീർച്ചയായും വളരെയധികം ഇൻ്റർവെൻഷൻ അർഹിക്കുന്ന ഒരു മേഖലയാണ്, സമൂഹമാണ്. അതിൽ ശ്രീക്ക് ഇറങ്ങിച്ചെന്നത് തീർച്ചയായും വളരെ നല്ലൊരു കാര്യമാണ്. എനിക്ക് വളരെ ഒരു നല്ലൊരു എഫേർട്ടായിട്ടാണ് തോന്നിയത്. തീർച്ചയായും അത് നമ്മളിപ്പോൾ അതിന് ക്വാണ്ടിഫൈ ചെയ്ത് അതിൻ്റെ ബാലൻസ് ഷീറ്റൊക്കെ എടുത്ത് നോക്കുമ്പോൾ ചിലപ്പോൾ ഇത് മതിയോ എന്നൊക്കെ തോന്നാമെങ്കിലും ഇത് നേരത്തെ പറഞ്ഞ പോലെ ഒരു മോട്ടിവേറ്റിംഗ് ഫാക്ടറാണ്. ദിസ് എൻ ഏജൻറ്റ് ഓഫ് ചേഞ്ച് ആൻഡ് അവയർനെസ്. And in that sense, I think it is a very successful effort. I really congratulate you on this. അങ്ങയുടെ മാർക്ക് കൂടി പറയാമോ? I will give her 21. 21. ശ്യാമിങ്ങനെ മാർക്ക് ഒരു വെല്ലുവിളിയാക്കി മാറ്റുകയാണ്. ഈ നമ്മൾ ഇതിൻ്റെ ഒരു ബാലൻസ് ഷീറ്റ് എടുക്കുമ്പോഴുള്ളൊരു വലിയ കാര്യം, നമ്മൾ ആ വിഷ്വൽ ശ്രദ്ധിച്ചാൽ 10 രൂപ കാശിന് വകയില്ലാത്ത അവസ്ഥ എന്നൊരു സ്ത്രീ പറയുന്നത് നമ്മൾ കേൾക്കുന്നുണ്ട്. ആ ഒരു ശൂന്യതയിലേക്ക് 1500-ന് ഒരുപാട് പൂജ്യങ്ങളുടെ വില കൂട്ടാൻ നിങ്ങൾക്ക് കഴിഞ്ഞു. അതൊരു വലിയ അച്ചീവ്മെൻ്റാണ്. 16 മാർക്ക്. 17 മാർക്സ്. 90-ൽ 84 മാർക്ക്. ഇനി പൊതുവിജ്ഞാനത്തിൽ എവിടെ നിൽക്കുന്നു ശ്രീഖ? നോക്കാം. അധ്യാപികയാണ്. തീർച്ചയായും. അവിടെ അവർക്ക് റേഷൻ കാർഡൊക്കെ ഉണ്ടായിരുന്നു ഇവർക്ക്, ഈ ആദിവാസി? ഞാൻ സത്യം പറഞ്ഞാൽ അവരുടെ റേഷൻ കാർഡിൻ്റെ കാര്യം ഞാൻ അന്വേഷിച്ചിട്ടില്ല. പക്ഷേ അവർ കിറ്റ് വാങ്ങിക്കുന്ന സമയത്ത് അവർക്ക് എനിക്ക് തോന്നുന്നു അവിടെ ഐഡൻറ്റിറ്റി കാർഡ് വേണമെന്ന് തോന്നുന്നു. അപ്പോൾ കിറ്റ് വരുന്ന സമയത്താണ് എല്ലാവരും ഒരു ഓട്ടം ഞാൻ കണ്ടുകൊണ്ടായിരുന്നു. അത് നോക്കുന്നുണ്ടായിരുന്നു. ഞാൻ ചോദിക്കാൻ കാരണം എത്ര നിറങ്ങളിലുള്ള റേഷൻ കാർഡുകളുണ്ടെന്ന് അറിയാമോ? നീല, ബ്രൗൺ കളർ, 4 തരം. ശരിയാണ്. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ സാക്ഷരത നേടിയ ജില്ല ഏതാണ്? കോട്ടയം. കേരളത്തിൽ കോട്ടയമാണെന്നാണ് എൻ്റെ ഒരു. കോട്ടയം പട്ടണമാണ് ജില്ല. അയ്യോ, ജില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എറണാകുളം.
ശരിയാണ്. ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡു. ATM, നമ്മളിപ്പോൾ ATM കുറിച്ചൊക്കെ സംസാരിച്ചു, ഉപയോഗിച്ചതിനെ കുറിച്ചൊക്കെ. എന്താണ് ഒരു ഫുൾ ഫോം? ഓട്ടോമാറ്റിക് ടെല്ലർ മെഷീൻ. ഒരു പെൺകുട്ടിക്ക് വോട്ടർ ലിസ്റ്റിൽ പേര് ചേർക്കാൻ വേണ്ട പ്രായപരിധി എത്രയാണ്? 18 വയസ്സ്. ശരിയായ ഉത്തരം. 5-ൽ 5 മാർക്ക്. ഓ, താങ്ക് യു സർ. റാപ്പിഡ് ഫയർ സെഷനിലെ ഒരു അത്യുജ്വല പ്രകടനമാണ്. റെക്കോർഡാണല്ലേ? അത് റെക്കോർഡാണ്. ഇനിയും സെഷനുകൾ വരും, പക്ഷേ സീറ്റിലേക്ക് മടങ്ങാം. ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു. ശ്രീഖയ്ക്ക് 5-ൽ 5 മാർക്കാണ്. ഇനി ഒരു പൊതുജന സമക്ഷം ശ്രീഖയുടെ ഈ ടാസ്കിന് എത്ര മാർക്ക് ഓഡിയൻസ് നൽകുന്നു എന്നുകൂടി നമുക്ക് അറിയേണ്ടതുണ്ട്. അതൊരു പക്ഷേ ഈ പരിപാടിയുടെ ഒടുവിലേക്ക് നമുക്ക് അതിനുവേണ്ടി മടങ്ങിയെത്താം. ഒരു ചെറിയ ഇടവേളയിലേക്ക് ഇപ്പോൾ പോകാം, വേഗം തിരികെ എത്തും. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു പ്രാപ്പുഴ തെക്കേക്കര പാലം എന്നായിരുന്നു ആ പാലത്തിൻ്റെ പേര്. ഇന്ന് ആളുകൾ സ്നേഹത്തോടെ ആ പാലത്തെ വിളിക്കുന്നത് ജനനായകൻ പാലം എന്നാണ്. മറ്റൊരാളെ കുറ്റപ്പെടുത്തുക എന്നുള്ളത് സ്വാഭാവികമാണ്. അതിനുള്ള കാരണങ്ങൾ, ന്യായമായ കാരണങ്ങൾ ഉണ്ടാവാം. പക്ഷെ അതുകൊണ്ട് മുമ്പോട്ട് പോകാൻ പറ്റില്ല. നമ്മുടെ ഈ ഇൻഫ്രാസ്ട്രക്ചർ സ്വപ്നങ്ങളിലെങ്ങും ഒരു ചെറിയ പാലമില്ല. എല്ലാ 5 ലക്ഷം രൂപയുടെ അല്ലെങ്കിൽ 15 ലക്ഷം രൂപയുടെ ഒരു പാലത്തിൽ നിന്ന് എന്ത് വെട്ടിത്തിന്നാൻ പറ്റും? 4000 കോടിയുടെ ഒരു പദ്ധതി ഇട്ടാൽ എത്ര വേണം വെട്ടിത്തിന്നാൻ? ജാതിയില്ല, മതമില്ല, ദൈവമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടന്ന CPM ആയിരുന്നു എന്നുള്ളത് അതിനൊക്കെ കൂട്ടുനിന്നതും അവർ ഈ എന്നെ ഉപദ്രവിച്ച ആളുകളെ സംരക്ഷിച്ചതും. വെൽക്കം ബാക്ക് ടു ദ ഷോ. ജനനായകനിൽ അടുത്ത മത്സരാർത്ഥിയെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. കോട്ടയത്ത് നിന്ന് അഭിജിത്ത് കർമ്മ. പേരിനൊരു വാല്, കർമ്മ. എന്താ അത്? കർമ്മ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു 10 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പാണ്. 8 ഇന്ത്യക്കാരും 2 നേപ്പാളികളുമായിട്ടുള്ള 8 പേര്. 8 സംസ്ഥാനത്തെ, ഇന്ത്യയിലെ 8 സംസ്ഥാനത്തുള്ളവരാണ്. ഇത് യോഗ ഒരു പുതിയ രീതിയിൽ എങ്ങനെ നമ്മുടെ ലോകം മുഴുവൻ വ്യാപിപ്പിക്കാം എന്നുള്ളൊരു ആശയത്തിലൂടെ വന്നു. കോട്ടയത്ത് എവിടെയാണ്? കോട്ടയത്ത് ഐമനം. എന്തായിരുന്നു ടാസ്ക്? അതിൻ്റെ ഒരു ആമുഖം പറയാമോ? എൻ്റെ വീടിന് ഏറ്റവും അടുത്ത്, അതായത് 1 കിലോമീറ്റർ മാറി ഒരു പാലമുണ്ട്. പാലത്തിൻ്റെ പേര് പ്രാപ്പുഴ തെക്കേക്കര പാലം എന്നായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു പാലമുണ്ട്. അത് ഏതാണ്ട് 250ഓളം ആളുകൾ എന്ന് പറഞ്ഞാൽ കുറച്ച് റിമോട്ട് ഏരിയ ആണെന്ന് പറഞ്ഞാൽ പാവപ്പെട്ട കോളനിയിലുള്ള ജനങ്ങളൊക്കെയാണ്. അവർക്ക് റേഷൻ കടയിൽ പോകാനും, കടയിൽ പോകാനും, സ്കൂളിൽ പോകാനും, അവരുടെ ഏത് ആവശ്യത്തിനും അവർക്ക് പെട്ടെന്ന് പോകാനുള്ളൊരു മാർഗ്ഗമാണ് ഈ പാലം. വർഷങ്ങളായി ജനപ്രതിനിധികളുടെ കനിവ് കാത്തു നിൽക്കുന്നവരിൽ ഒരാൾ തന്നെ ആയിരുന്നു അഭിജിത്തും. ജനനായകൻ എന്ന ഈ വേദി തുറന്നു കിട്ടിയതോടെ ആ വെല്ലുവിളി സ്വയം ഏറ്റെടുക്കുകയായിരുന്നു അഭിജിത്ത്. അദ്ദേഹത്തിൻ്റെ ആ ടാസ്ക് എന്തായിരുന്നു എന്ന് കാണാം. കായലും പുഴകളും അതിർത്തി പങ്കിടുന്ന ചെറുഗ്രാമങ്ങൾ ആലപ്പുഴ, കോട്ടയം ജില്ലയിലെ പതിവ് കാഴ്ചകളാണ്. ചെറുവള്ളങ്ങളും കൊതുമ്പുവള്ളങ്ങളുമൊക്കെയാണ് അക്കരെ ഇക്കരെ ഗ്രാമങ്ങളിലേക്കുള്ള യാത്രകൾക്ക് ഇവിടുത്തുകാരെ സഹായിക്കുന്നത്. ഞങ്ങൾ 15-ാം വാർഡിലെ തൊഴിലുറപ്പ് തൊഴിലാളികളാണ്. അപ്പോൾ ഞങ്ങൾ ഡെയിലി 3 നേരം ഞങ്ങൾ ഈ പാലത്തെ കൂടിയാണ് യാത്ര ചെയ്ത് ഇക്കരയ്ക്ക് വരിക, അക്കരയ്ക്ക് പോവുകയൊക്കെ ചെയ്യുന്നത്, ചോറുണ്ണാനും എല്ലാമായിട്ട്. അപ്പോൾ ഞങ്ങളുടെ പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് ഈ പാലം നമുക്ക് സഞ്ചാരയോഗ്യമാക്കി കിട്ടണം തന്നെയാണ് ഞങ്ങളുടെ ആവശ്യം. കോട്ടയം ഐമനം സ്വദേശിയായ അഭിജിത്ത് തന്റെ സ്വന്തം നാട്ടിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതത്തിന് പരിഹാരം കാണുന്നതിന് ഇറങ്ങിത്തിരിച്ചു. അമൃത TVയുടെ അനുമതിയോടെ ഐമനം പഞ്ചായത്തിലെ പ്രാപ്പുഴ തെക്കേക്കരപ്പാടം നടപ്പാലം ഉപയോഗരഹിതമായിട്ട് 1 പതിറ്റാണ്ട് പിന്നിടുന്നു. അതിനിടയിൽ കുതിച്ചെത്തിയ പ്രളയജലം പാലത്തെ പൂർണ്ണമായും തകർത്തു. അതോടെ ഇവിടുത്തുകാർക്ക് പുറം ലോകത്തെത്താൻ ഏറെ ദൂരം സഞ്ചരിക്കേണ്ട അവസ്ഥയുമുണ്ടായി. എന്നാൽ അതിനും കഴിയാത്തവർ പാലത്തിലൂടെ സാഹസിക യാത്ര നടത്തിക്കൊണ്ടിരുന്നു. ഈ യാത്രകളൊക്കെ തന്നെ അപകടം ക്ഷണിച്ചു വരുത്തി. 30ഓളം ആളുകൾക്ക് പാലത്തിൽ നിന്ന് വീണ് പരിക്കുപറ്റുകയും ചെയ്തു. ഞാൻ ഈ പാലത്തെ കൂടെ കയറി നടന്ന് വരുമായിരുന്നു. ഞാൻ ഈ പകുതി കഴിഞ്ഞ് കൂടെ വന്നപ്പോൾ ഇതിൻ്റെ ഒരു പലക ഒടിഞ്ഞു പോയിട്ട് ഞാൻ വെള്ളത്തിലേക്ക് വീണ വഴിക്ക് എൻ്റെ ഈ പള്ള തട്ടി. വെള്ളമായിട്ട് എൻ്റെ ഈ വാരിയെല്ല് ഒടിഞ്ഞിട്ട് ഞാൻ 25 ദിവസം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായിരുന്നു. സ്കൂൾ കുട്ടികളടക്കം നിരവധി പേർക്ക് ഈ പാലം പ്രയോജനം നൽകുന്നു. മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോകുന്ന രോഗികളും പാലം തകർന്നത് മൂലം ഏറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. പൊതുജനത്തിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി അവർക്കിടയിലേക്ക് ഇറങ്ങുവാനുള്ള അഭിജിത്ത് കർമ്മയുടെ പ്രവർത്തനങ്ങൾക്ക് ആശംസകൾ. എന്തുകൊണ്ട് അവിടുത്തെ ആ ജനങ്ങൾക്ക് പ്രതികരിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് എന്തുകൊണ്ട് അതിനകത്ത്
ഉത്തരവാദിത്തപ്പെട്ടവരെ അവിടെ കൊണ്ടുവന്ന് ചെയ്യിക്കാൻ പറ്റാതെ അഭിജിത്തിൻ്റെ ഈ ഒരു ഇടപെടൽ വരെ കാത്തിരിക്കേണ്ടി വരുന്നു എന്നുള്ളത്? അത് ഈ പറഞ്ഞതുപോലെ 15 വർഷം മുമ്പ് ഈ പാലം പണിതതും അവിടുത്തെ നാട്ടുകാരാണ്. ഞാൻ പറഞ്ഞതുപോലെ രണ്ട് കോളനികളാണ് ആ പാലം കടന്നുപോയത്. ഏറ്റവും ഒരു നേരത്തെ ആഹാരത്തിനോട് ഒരു ദിവസം പണിക്ക് പോയ ആ പൈസ കൊണ്ട് ജീവിക്കുന്നവരാണ്. അപ്പോൾ അവരെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള അവർ തീർത്ത സംരക്ഷണമാണ് ഇത്രയും നാൾ ആ പാലം. ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അവിടെയുള്ളവർ പ്രതികരിക്കാഞ്ഞിട്ടല്ല ശരിക്കും. അവിടെയുള്ളവർക്ക് പറ്റുന്ന കാര്യങ്ങൾ അവർ ചെയ്തിരുന്നു ആ പാലത്തിന് വേണ്ടി. അതുകൊണ്ടാണ് ആ പാലം ഇത്രയും നിന്നത് എന്നൊരു കാര്യമുണ്ട്. എന്ത് മാറ്റമാണ് അഭിജിത്തിൻ്റെ ഇടപെടലിൽ ഈ ടാസ്കിൻ്റെ ഒടുവിൽ വന്നത് എന്നുകൂടി കാണാം ആ വീഡിയോയിലേക്ക്. ഇനി ദുരിതയാത്രയില്ല. പ്രാപ്പുഴ തെക്കേക്കരപ്പാടം നിവാസികൾക്ക് ഭയപ്പെടാതെ യാത്ര ചെയ്യാം. നെഞ്ചിൽ നെരിപ്പോടുമായി സ്വന്തം പൊന്നോമനകളെ സ്കൂളിലേക്ക് അയക്കേണ്ടി വന്ന അമ്മമാർക്കും ഇനി ആശ്വസിക്കാം. നമ്മൾ കുഞ്ഞുങ്ങളെ സ്കൂളിൽ അയക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പാലത്തിൻ്റെ അവിടെ വന്ന് കൈപിടിച്ച് അക്കരെ കടത്തിയാണ് വിട്ടുകൊണ്ടിരുന്നത്. നമുക്ക് ഇങ്ങനെ ഒരു പാലം വന്നതുകൊണ്ട് നമുക്ക് പേടി കൂടാതെ വീട്ടിലിരിക്കാനും എന്നെപ്പോലെയുള്ള മാതാപിതാക്കൾക്ക് ധൈര്യമായിട്ട് തന്നെ വീട്ടിലിരിക്കാനുള്ള അവസ്ഥ ഉണ്ടാക്കി തന്നിരിക്കുകയാണ്. ജനനായകൻ മത്സരാർത്ഥി അഭിജിത്ത് കർമ്മയുടെ ശ്രമഫലമായി പ്രാപ്പുഴയെയും തെക്കേക്കരപ്പാടത്തെയും ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു പാലം എന്ന ഐമനം നിവാസികളുടെ സ്വപ്നം സഫലമായി. ഇനി ഇവർക്ക് സമാധാനത്തോടെ യാത്ര ചെയ്യാം. അഭിജിത്ത് മുന്നിട്ടിറങ്ങിയപ്പോൾ ഒട്ടേറെ പേർ അഭിജിത്തിന് പിന്നിൽ നിരന്നു. അതോടൊപ്പം തൊട്ടടുത്ത പ്രദേശത്തെ തൃക്കേക്കാട്ട് സ്വാമിയാർ മഠവും അഭിജിത്തിന് പിന്തുണയുമായി രംഗത്തെത്തി. അതോടെ പതിറ്റാണ്ടിനപ്പുറം നശിച്ചു തുടങ്ങിയ തങ്ങളുടെ പാലം എന്ന സ്വപ്നം യാഥാർത്ഥ്യമായി തീർന്നു. ജനനായകൻ എന്ന പരിപാടിയിലൂടെ അഭിജിത്ത് കർമ്മ ഈ പാലം ഏറ്റെടുത്തതോടുകൂടി ഈ നാട്ടിലെ നല്ലൊരു ജനസേവനം കൂടിയായി മാറാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു. അതിനുവേണ്ടി ഭാഗവാക്കാനാകാണ്ട് എനിക്കും അതിനകത്ത് പങ്കെടുക്കാനകത്ത് വളരെ സന്തോഷം തോന്നി. കാരണം വളരെ ആത്മാർത്ഥതയോടു കൂടിയാണ് ഞങ്ങൾ ഈ പാലത്തിൻ്റെ പണി ഇവിടെ ആരംഭിച്ച് അതിൻ്റെ അവസാന ഘട്ടം എത്തിച്ചിരിക്കുന്നത്. 2-3 വർഷമായിട്ട് നമുക്ക് ധൈര്യമായിട്ട് ഒന്ന് പോകാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. പക്ഷേ ഇന്നിത് നമുക്ക് ഏത് പാതിരാത്രിക്ക് എന്ന് പറയുന്ന പോലെയുള്ള ഒരു സുരക്ഷിതമായ പാലം നമ്മുടെ അമൃത TV-യിലെ ജനനായകനായ അഭിജിത്ത് കർമ്മ ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ ഒരു നന്ദി പറഞ്ഞാൽ തീരാത്തൊരു കാര്യമാണത്. സംസ്ഥാന വനിതാ കമ്മീഷൻ അംഗം പ്രമീളാദേവി പ്രാപ്പുഴ തെക്കേക്കരപ്പാടം നടപ്പാലം ജനങ്ങൾക്ക് സമ്മാനിച്ചു. ഒരു നാടിന്റെ അശാന്തമായ മനസ്സിന് പരിഹാരം കണ്ടെത്തിയ അഭിജിത്തിന് അഭിനന്ദനങ്ങൾ. അഭിജിത്ത്, ഇതിൻ്റെ ഒരു ഉദ്ഘാടനത്തിൻ്റെ സമയത്തെങ്കിലും അവിടുത്തെ പ്രാദേശിക പഞ്ചായത്തുമായി ബന്ധപ്പെട്ട മെമ്പർമാരോ ആരെങ്കിലും ഉണ്ടായിരുന്നോ? ഉദ്ഘാടനത്തിന് പഞ്ചായത്ത് മെമ്പർ ഉണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞതുപോലെ തൃക്കേക്കാട്ട് സ്വാമിയാർ മഠത്തിൻ്റെ പ്രതിനിധി, അദ്ദേഹമാണ് നമുക്ക് വേണ്ട ഈ തടി തന്നത്. അപ്പം നമ്മൾ ഇതിനുവേണ്ടി അന്വേഷിച്ച് പോയപ്പം നമ്മൾ സാധാരണ തടികളിൽ നിന്ന് നമ്മൾ തമ്പകം എന്ന് പറഞ്ഞ തടി എടുക്കണം എന്നാണ് പറഞ്ഞത്. തമ്പകം ഈ വള്ളം പണിയാൻ, ഈ ആനക്കൊട്ടിൽ പണിയാനൊക്കെ ഉപയോഗിക്കുന്ന തടിയാണ്. അപ്പം അതാണ് അവിടെ കിടക്കുന്നത്, കേട് വരാതെ കിടക്കുന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിന് നമ്മൾ നോക്കിയപ്പോൾ ഏതാണ്ട് 1.5 ലക്ഷം രൂപയ്ക്ക് അടുത്ത് ഏതാണ്ട് വില വരും. അപ്പം നമ്മൾ പോയി സംസാരിച്ചപ്പോൾ ഈ തൃക്കേക്കാട്ട് സ്വാമിയാർ മഠം എന്ന് പറഞ്ഞ അവർ നമുക്ക് ആ തടി നമ്മൾ ആയിട്ട് ബന്ധമില്ല, അവർ മില്ലുമായിട്ട് പറഞ്ഞ് നമുക്ക് നേരിട്ട് ആ സംഭവം നമുക്കവിടെ മില്ല് അത് മുറിച്ച് അവർ റെഡിയാക്കി തന്നു. ഞാൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നു പ്രാപ്പുഴ തെക്കേക്കര പാലം എന്നായിരുന്നു ആ പാലത്തിൻ്റെ പേര്. ഇന്ന് ആളുകൾ സ്നേഹത്തോടെ ആ പാലത്തെ വിളിക്കുന്നത് ജനനായകൻ പാലം എന്നാണ്. ഇത് നല്ല കർമ്മമാണ്. എത്ര വീടുണ്ട് അവിടെ ഈ പാലത്തെ ആശ്രയിച്ച്? അവിടെ ആ ഏരിയ മൊത്തം 240 വീടുകളോളുണ്ട് സാർ. പാലത്തെ ആശ്രയിച്ച് മറ്റു വാഹനങ്ങളൊക്കെ തീരെ കുറഞ്ഞ ഒരു 72 വീടുകളുണ്ട് സാർ. നന്നായി. ഇതിൻ്റെ എസ്റ്റിമേറ്റ് ഒക്കെ എടുത്തിട്ടാണോ ഈ ടാസ്ക് നമ്മൾ ഏറ്റെടുത്തിട്ടാണോ ഈ പാലം തുടങ്ങിയത്? ഈ ടാസ്ക് ഏറ്റെടുത്തിട്ടാണ് ഈ പാലം പണി തുടങ്ങിയത്. അതാ ചോദിച്ചത്. അപ്പോൾ എത്ര സമയം വേണ്ടി വന്നു ഇതെല്ലാം? തടിപ്പാലം നമ്മൾ പണി തുടങ്ങി തീർത്ത് ഒരു 6-7 ദിവസം കൊണ്ട് തീർത്തു. 7 ദിവസം കൊണ്ട് തീർത്തു. ഇതിൻ്റെ ഈ 7 ദിവസം എന്ന് പറഞ്ഞാൽ രാത്രിയും പകലും. രാത്രി 11 മണി വരെയും രാവിലെ 8:30 തൊട്ടും അങ്ങനെയാണ് നമ്മൾ പണിത്. എല്ലാവരും സഹകരിച്ചു. ഇതിന്റെ ഭക്ഷണം കാര്യങ്ങൾ എല്ലാം തൊഴിലാളികൾക്കെല്ലാം അവരുടെ വീടുകളിൽ നിന്ന് കൊണ്ടുവന്ന് അങ്ങനെയാണോ? തൊഴിലുറപ്പ് അമ്മമാരെ കണ്ടില്ല, ആ അമ്മമാരാണ് നമുക്ക് കപ്പ ഉണ്ടാക്കുന്നത്. അവരെവിടെ ഉണ്ടായിരുന്നു വൃത്തിയാക്കാൻ, അവർക്ക് എടുത്തു തരാൻ പറ്റിയ സാധനങ്ങൾ അവരും എടുത്തു വന്നു. പിന്നെ അവരുണ്ടാക്കിയ ഒരു ഭക്ഷണം ഉണ്ടായിരുന്നു. അതെ, ആ കൂട്ടായ്മയാണ്, ആ കൂട്ടായ്മ സ്നേഹമാണ്, അതാണ് ആ അമ്മമാരാണ്. അതെ അതെ. ഈ പാലം താൽക്കാലിക പാലമാണോ? താൽക്കാലിക പാലം എന്ന് പറഞ്ഞാൽ ഒരു 10 വർഷത്തേക്ക് അതവിടെ ഉണ്ടാവും. അതിന്റെ കാലിന് എന്താ ഉപയോഗിക്കുന്നത്? ഇരുമ്പ് സാർ, ഇരുമ്പ് പൈപ്പ്. നമ്മുടെ വികസനത്തിൻ്റെ ഒരു വലിയ പ്രശ്നമെന്ന് പറയുന്നത് നമുക്ക് ഒരു മെട്രോ ഉണ്ടാക്കാൻ പണം ഉണ്ടാവും. അതിന് നമ്മൾ
4,000 കോടിയോ 5,000 കോടിയോ വിദേശ ഫണ്ട് വേണമെങ്കിൽ വായ്പ എടുക്കും. അതൊക്കെ നടപ്പിലാക്കാൻ വലിയ വേഗവും ഉണ്ടാവും. നമ്മുടെ ഈ ഇൻഫ്രാസ്ട്രക്ചർ സ്വപ്നങ്ങളിലെങ്ങും ഒരു ചെറിയ പാലമില്ല. എല്ലാ 5 ലക്ഷം രൂപയുടെ അല്ലെങ്കിൽ 15 ലക്ഷം രൂപയുടെ ഒരു പാലത്തിൽ നിന്ന് എന്ത് വെട്ടിത്തിന്നാൻ പറ്റും? 4,000 കോടിയുടെ ഒരു പദ്ധതി ഇട്ടാൽ എത്ര വേണം വെട്ടിത്തിന്നാൻ? അതാണ് ബേസിക്കലി നമ്മുടെ വികസനത്തിന് എപ്പോഴും സംഭവിക്കുന്ന വലിയ പ്രോജക്റ്റുകൾക്ക് വലിയ ഉത്സാഹമാണ്. അതിൻ്റെ ശിലാസ്ഥാപനം, അതിൻ്റെ ഉദ്ഘാടനം, അതിൻ്റെ വായ്പാ ചർച്ചകൾ, അങ്ങനെ വളരെ സ്പീഡിൽ നടക്കുകയും ചെയ്യും. ഇല്ലാത്ത പണമുണ്ടാകും, ഇല്ലാത്ത റിസോഴ്സസ് ഉണ്ടാവും, ഇല്ലാത്ത ടെക്നോളജി ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. അഭിജിത്തിൻ്റെ വാക്കുകളിൽ ഒരു വിമർശനാത്മകമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു നിഷേധാത്മകമായിട്ടുള്ള ഒന്നും എനിക്ക് കാണാൻ പറ്റില്ല. ഇതുവരെ ചെയ്തതെല്ലാം നല്ലത് തന്നെ. അവരും കൂടി സഹകരിച്ചു, അവരുടെ കൂടി പ്രവർത്തനം ഇതിനകത്തുണ്ടായിരുന്നു എന്ന് സമ്മതിച്ചുകൊണ്ട് തന്നാലാവുന്നത് ചെയ്യുക എന്നുള്ളൊരു മനോഭാവം ഉണ്ടല്ലോ, ആ ഒരു പ്രസാദാത്മകമായിട്ടുള്ള ആ ഒരു പോസിറ്റീവായിട്ടുള്ള ആ മനോഭാവം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അത് വാസ്തവത്തിൽ നമ്മുടെ വികസനത്തിൻ്റെ കാര്യത്തിൽ എല്ലാവർക്കും ഉണ്ടാവേണ്ട സമീപനമാണ്. മറ്റൊരാളെ കുറ്റപ്പെടുത്തുക എന്നുള്ളത് സ്വാഭാവികമാണ്. അതിനുള്ള കാരണങ്ങൾ, ന്യായമായ കാരണങ്ങൾ ഉണ്ടാവാം. പക്ഷെ അതുകൊണ്ട് മുമ്പോട്ട് പോകാൻ പറ്റില്ല. സോ യു ടുക്ക് ഇറ്റ് ഓൺ യുവർ സെൽഫ്. നിങ്ങൾ തന്നെ ഒരു കർമ്മശേഷി അതിലേക്ക് വിനിയോഗിച്ചു. അതിന് വലിയ അവകാശവാദങ്ങളൊന്നും ഇല്ലാതെ തന്നെ മറ്റുള്ളവരോടൊപ്പം ഷെയർ ചെയ്തുകൊണ്ട് അതിൻ്റെ പണി പൂർത്തിയാക്കി എന്നുള്ളത് വളരെ വലിയ കാര്യമാണ്. വളരെ ഒരു ചെറിയ എഫേർട്ടാണെങ്കിലും അത് ഒരു പ്രതീകാത്മകമായ ഒരു നല്ല ഒരു മനോഭാവത്തെ അത് കാണിക്കുന്നു. അഭിനന്ദനങ്ങൾ. അതവിടെ നിൽക്കുന്നുമില്ല, അത് അടുത്തൊരു പ്രോജക്റ്റിലേക്ക് കൂടി തുടക്കമിട്ടിട്ടാണ് അഭിജിത്ത് വന്ന് നിൽക്കുന്നത്. അടുത്തൊരു കാര്യം കൂടി ഉണ്ടല്ലോ. തീർച്ചയായും ഞാനിപ്പോൾ ഒരു 21-കാരനായിരിക്കുന്നു. കാരണം ഒരു അതിഥിയായിട്ട് വരുന്നൊരു ജഡ്ജിന് മറ്റു ഉത്തരവാദിത്തങ്ങളൊന്നും ഇല്ലല്ലോ. നിങ്ങളെ അവസാനം വരെ എത്തിക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്വമൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് കുറേ കൂടി നിങ്ങൾ ലോഭമില്ലാതെ എന്ത് വേണമെങ്കിലും ചെയ്യാം. 21. നമ്മളിപ്പോഴും ടീനേജിലാണ്. 15. ഈ കാര്യം ചെയ്തപ്പോൾ അവിടെ നിന്നുള്ള റിയാക്ഷൻസ് ഉണ്ടായിരുന്നു. അമ്മമാരുടെയും കുട്ടികളുടെയൊക്കെ അതുവഴി ഓടി നടക്കുക, അമ്മമാരിങ്ങനെ നടക്കുക, സഹോദരിമാരുടെ എല്ലാവരുടെയും അനുഗ്രഹവും സന്തോഷവും സ്നേഹവും ഉള്ളപ്പോൾ മാർക്ക് കുറയ്ക്കാൻ പാടില്ലെന്നാണ്. ബട്ട് എനിക്ക് നിയന്ത്രണമുണ്ട്. മാർക്ക് ഇത്രയും അവിടെ പോകാൻ പാടില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇനി ടാസ്ക് ഉണ്ടാക്കണ്ടേ. അപ്പോൾ അതിന് 15 വയസ്സാണെങ്കിൽ ഞാൻ 2 വയസ്സ് കൂടെ കൂട്ടി 17. 53 മാർക്ക്. തർക്കമില്ലാന്ന് തോന്നുന്നു. അഭിജിത്തിന് വേണ്ടിയും ജനശബ്ദം ഉയർന്നേ മതിയാവുകയുള്ളൂ. കാരണം 10 മാർക്കിൻ്റെ അവരുടെ കോട്ടയാണ്, അവരിടുക തന്നെ ചെയ്യും. അത് ഈ പരിപാടിയുടെ അവസാന ഭാഗത്തേക്ക് ഞാൻ വെച്ചുകൊണ്ട് ഇന്നിവിടെ എത്തിയിരിക്കുന്ന അതിഥി ആര്? ഒരുപക്ഷെ ഇതിൻ്റെ തുടക്കം മുതൽ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകുന്ന ചോദ്യമാണ്. ഞാൻ എത്താം ഇടവേളയ്ക്ക് ശേഷം. നഴ്സിംഗിനെ ഉപേക്ഷിച്ച് ഓട്ടോ ഓടിക്കാൻ തയ്യാറായി വന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അങ്ങനെ ഞാൻ സഹപ്രവർത്തകരുടെ ഇടയിലേക്ക് ആദ്യമായി കടന്നു ചെന്നപ്പോൾ പോയി കേട്ടോ, പൊലിച്ച് ഓട്ടവും കൊണ്ട് വന്നല്ലോ എന്നുള്ളതാണ്. എന്ത് കാരണമുണ്ടെങ്കിലും ഒരു സ്ത്രീയോട് രാഷ്ട്രീയ കാരണങ്ങൾ എന്താവട്ടെ, ഇങ്ങനെ ഒരു അന്തരീക്ഷം ഉണ്ടായതിൻ്റെ ഒരു സ്പാർക്ക് എന്തിലും ആവട്ടെ, അതൊന്നും ഒരാളോട് ഇത്രയധികം നീതികേട് കാണിക്കാനുള്ള ഒരു ന്യായീകരിക്കാനാവുന്ന ഒരു കാരണമേ അല്ല. അമിത രാഷ്ട്രീയവത്കരണം കൊണ്ട് ശ്വാസം മുട്ടുന്നതാണ് കേരളത്തിൻ്റെ ഒരു അവസ്ഥ എന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് ആ നാട്ടിൽ നിന്ന് തന്നെ പോകേണ്ട അവസ്ഥയിലേക്ക് എത്തിച്ചിട്ടാണ് നമ്മൾ സമരം ചെയ്തത്. അങ്ങനെയാണ് എനിക്ക് കണ്ണൂർ കാട്ടാമ്പള്ളിയിൽ 5 സെൻറ്റ് ഭൂമിയും പിന്നെ വീട് വെക്കാനുള്ള പൈസയും തരുന്നത്. ജനനായകനിലേക്ക് വീണ്ടും സ്വാഗതം. കേരളത്തിൽ ഇപ്പോഴും ഊരുവിലക്ക് സമ്പ്രദായം നിലനിൽക്കുന്നുണ്ടോ? കേരളത്തിലോ ഇപ്പോഴോ എന്നൊക്കെ ആലോചിച്ച് ഒരുപക്ഷെ നെറ്റി ചുളിക്കേണ്ട. അങ്ങനെ പല നീതികേടുകളും ഇന്നും നമ്മുടെ നാട്ടിൽ തന്നെ നടക്കുന്നുണ്ട്. അത്തരമൊരു ഊരുവിലക്കിൻ്റെ അനുഭവങ്ങൾ പങ്കിടുകയാണ് ഇന്നത്തെ നമ്മുടെ ഇവിടെ എത്തിയിരിക്കുന്ന അതിഥി, കണ്ണൂർ സ്വദേശിനി എരമംഗലത്ത് ചിത്രലേഖ. ചിത്രലേഖയുടെ കുടുംബത്തെയും ചിത്രലേഖയും ഊരുവിലക്കിയതും അതിനെ തുടർന്നുള്ള മറ്റു പല വാർത്തകളും, അതിനെ ചുറ്റിയുള്ള വാർത്തകളും, അതിനെ അതിജീവിച്ച് ആ നാട്ടിൽ തന്നെ നിൽക്കുന്നതും ഒക്കെ വാർത്താ പ്രാധാന്യം നേടുകയൊക്കെ ചെയ്തിരുന്നതാണ്. ഇപ്പോൾ ഞാൻ താമസിക്കുന്ന കണ്ണൂർ കാട്ടാമ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്താണ്.
അപ്പോൾ ജനിച്ചു വളർന്ന സ്ഥലത്ത് നിന്ന് എനിക്ക് പലായനം ചെയ്ത് വരേണ്ടി വന്ന ഒരു വന്നു. അവസ്ഥയിലാണ്. ഉം. അപ്പോൾ അതുകൂടി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തീർച്ചയായും അത് ശരിയാവുള്ളൂ. കാരണം എന്ന് വെച്ചാൽ ഊരുവിലക്ക് എന്ന് പറയുമ്പോൾ അതിനെ എത്രത്തോളം ആഘാതത്തോടെ നേരിട്ട ഒരാളാണ്, അനുഭവിച്ചറിഞ്ഞ ഒരാളാണ് ഞാൻ. അതിനെ സംരക്ഷിക്കുന്നത് ഇപ്പോൾ ജാതിയില്ല, മതമില്ല, ദൈവമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടന്ന CPM ആയിരുന്നു എന്നുള്ളത്, അതിനൊക്കെ കൂട്ടുനിന്നതും അവർ ഈ എന്നെ ഉപദ്രവിച്ച ആളുകളെ സംരക്ഷിച്ചതും ഇപ്പോഴും ഉപദ്രവിക്കുന്നതും അതേ CPM പാർട്ടിയാണെന്നുള്ളതാണ് അതിനെക്കാട്ടി ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയാണ് എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ സത്യം. ഇത് പുതുതായിട്ട് കേൾക്കുന്നവരുണ്ടാവാം. കാര്യം എത്രയോ പേർ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് കാണുന്ന ഒരു പരിപാടി കൂടിയാണല്ലോ. ഇങ്ങനെ ഒരു കുടുംബത്തെ, ഒരു വ്യക്തിയെ ഊരുവിലക്കി മാറ്റി നിർത്താനുള്ള കാരണം എന്തായിരുന്നു? അതിൻ്റെ ഒരു കാരണം ഉണ്ടാവില്ലേ? എന്തായിരുന്നു അവർ പറഞ്ഞ കാരണം? ഇല്ല, ഞാൻ താഴ്ന്ന ജാതിയിൽ ജനിച്ച ഒരാളാണ്. പുലയ സമുദായത്തിൽ ആ ജാതി കൂട്ടി തന്നെയാണ് പണ്ടും ഞാൻ ജനിക്കുന്ന കാലം തൊട്ടേ കേൾക്കുന്നത്. നമ്മളെ അമ്മമ്മേനെല്ലാം ഒരു പേരുണ്ട്, അമ്മമ്മക്ക് നാരായണി എന്നാണ് പേര്. എന്നാലും അവർ വിളിക്കുന്നത് അടിയാറ് വിരുന്തി എന്നാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വിശേഷങ്ങളോടുകൂടിയെല്ലാം കൂട്ടിയിട്ട് വിളിച്ചത്. ഞാൻ ആദ്യമായിട്ട് പൊതുകൂടത്തിൽ ചെല്ലുന്നത്, ഞാൻ ആദ്യം ഒരു നേഴ്സായിരുന്നു. നഴ്സിംഗ് ജോലി കുട്ടികൾ ചെറുതായതുകൊണ്ട് നഴ്സിംഗ് ജോലി ഉപേക്ഷിച്ച് ദിവസം എന്ന് വെച്ചാൽ രാവിലെ പോയി നമുക്ക് നമ്മളെ സമയത്തിന് വീട്ടിലെത്താം, അതിനനുസരിച്ച് ഏൺ ചെയ്യാം എന്നുള്ള ആ ഒരു ചിന്താഗതിയോടുകൂടി ഓട്ടോറിക്ഷ എന്നുള്ള ഒരു സേവന മേഖലയെ ഇഷ്ടപ്പെടുന്ന ഒരാളായതുകൊണ്ട് തന്നെ നഴ്സിംഗിനെ ഉപേക്ഷിച്ച് ഓട്ടോ ഓടിക്കാൻ തയ്യാറായി വന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അങ്ങനെ ഞാൻ സഹപ്രവർത്തകരുടെ ഇടയിലേക്ക് ആദ്യമായി കടന്നു ചെന്നപ്പോൾ പോയി കേട്ടോ പൊലിച്ച് ഓട്ടവും കൊണ്ട് വന്നല്ലോ എന്നുള്ളതാണ്. അപ്പോൾ അതിനെതിരെയെല്ലാം ഞാൻ ശബ്ദിച്ചു എന്നുള്ളത്. അപ്പോൾ ഈ ജാതീയത എത്രത്തോളം നമ്മൾ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. കാരണം ഞാനെല്ലാം സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ട് കാണുന്നതും നമ്മൾ ഈ സമയം വരെ നമ്മൾ അനുഭവിക്കുന്നതായ നമ്മളെ സമുദായത്തിൽ അനുഭവിക്കുന്നതാണ് കിണറിൽ നിന്നും വെള്ളം കോരാൻ പാടില്ല എന്നുള്ളത്. നമ്മൾ വെള്ളത്തിന് പോയി കഴിഞ്ഞാൽ പാത്രം നമ്മൾ കൊണ്ടുപോകുന്ന കല ആയാലും പാനി ആയാലും അത് അവരെ ആ കിണറിൻ്റെ ആ ചുറ്റുമുള്ള അതിന് താഴെ നിലത്ത് വെച്ചിട്ട് വേണം അവർ വെള്ളം കോരി ഒഴിച്ച് തന്നിട്ട് വേണം നമ്മൾ കൊണ്ടുപോകാൻ. അതിനിടയിൽ ഈ വീട് നിർമ്മാണം നടക്കുകയും അത് തടസ്സപ്പെടുത്തുകയൊക്കെ ചെയ്തിരുന്നു. അങ്ങനെ ഞാൻ ആ ഓട്ടോറിക്ഷ കൊണ്ടുപോയപ്പോൾ ഓട്ടോറിക്ഷ വരെ അവർ കത്തിച്ച് നശിപ്പിച്ചു. അത് കഴിഞ്ഞ് പിന്നീട് വീണ്ടും നിരന്തരം ആക്രമണങ്ങളും പോലീസ് ഇവർ നമ്മൾ വന്ന് ആക്രമിക്കും. അപ്പോൾ നമുക്കെതിരെ എന്നിട്ട് പോലീസിൽ പരാതി കൊടുക്കും. അപ്പോൾ ഇവരെ സംരക്ഷിക്കാൻ ഇവർ രാഷ്ട്രീയ പാർട്ടിക്കാരുണ്ട്, ഇവർ സമുദായത്തിലുള്ള ആളുകളുണ്ട്. അപ്പോൾ നമ്മൾ ഒറ്റപ്പെട്ട ഒരു ജീവിതമാണ്. നമ്മളെ ഊര് വിലക്ക് അതേ ഇവർ നമുക്ക് വേണ്ടിയിട്ട് ആരും സഹായം ചെയ്യരുത്, അവരെ ഇനി മേലെ ഒരു രീതിയിലും സഹായിക്കരുത് എന്നുള്ള നിലയിലേക്കാണ് ആദ്യം തന്നെ അവരൊരു തീരുമാനം എടുത്തേക്കുന്നത്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്താണ് സമരം ചെയ്തത്. 2013 ആദ്യം ഒരാഴ്ച കളക്ടറേറ്റിന് മുന്നിൽ സമരം ചെയ്തു. അത് എനക്കും ഭർത്താവിനും എതിരെ വധശ്രമം ഉൾപ്പെടുത്തി കേസ് പോലീസിനെ കൊണ്ട് ചാർജ് ചെയ്യിപ്പിച്ച് എൻ്റെ ഭർത്താവിന് 33 ദിവസം ജയിലിൽ കിടക്കേണ്ടി വന്നു. അപ്പോൾ ആ കേസിൽ നിന്ന് ജാമ്യം ലഭിക്കാൻ വേണ്ടി അന്നൊന്നും 5 പൈസ കയ്യിലില്ലാത്ത ആ അവസ്ഥയിലാണ് ഇവർ നമ്മളെ അങ്ങനെ ചെയ്തു വെച്ചേക്കുന്നത്. ഇപ്പോൾ ഹൈക്കോടതിയിൽ പോയിട്ടാണ് ഞാൻ കേസ് മുൻകൂർ ജാമ്യം എടുത്തിട്ട് ആണ് ഹസ്ബൻഡിന് റിമാൻഡിൽ നിന്ന് സബ് ജയിലിൽ നിന്ന് ഇറക്കിയത്. അപ്പോൾ അത്രയും അനുഭവിച്ച ആ സാഹചര്യങ്ങളിൽ എന്നെ സഹായിച്ചത് നമ്മൾ കുറച്ച് വ്യക്തികളുണ്ടായിരുന്നു. ആ ഒരു സഹായം കൊണ്ട് മാത്രമാണ് നമ്മളെ മനസ്സിലാക്കി സഹായിച്ച വ്യക്തികളുള്ളതുകൊണ്ടാണ് ഞാൻ ഇന്നും ജീവിച്ചു. ഈ ജാതി വിവേചനം എന്നതിനപ്പുറം ആ പ്രാദേശികമായിട്ടുള്ള ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് വഴങ്ങുന്നില്ല, അല്ലെങ്കിൽ അവരെ ജീവിക്കുന്നത് കൊണ്ട് അവർക്കൊരു പ്രകോപനം ഉണ്ടാകുന്നുണ്ടോ? അതാണോ രാഷ്ട്രീയമായി അവരതിനെ ആ നിറം കൊടുത്തിട്ടുണ്ടോ? രാഷ്ട്രീയമായി അവർ കാണുന്നത് അങ്ങനെയാണെങ്കിൽ ഈ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഞാൻ സമരം ചെയ്തു 122 ദിവസം ഞാൻ കണ്ണൂർ കലക്ട്രേറ്റിന് മുന്നിലും 47 ദിവസം
തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിലും ഞാൻ സമരം ചെയ്തിട്ടാണ് എനിക്ക് എനിക്ക് ആ നാട്ടിൽ ജീവിക്കാൻ പറ്റാതെ, ഇവരെ നിരന്തര ഉപദ്രവവും ജോലി ചെയ്ത് ജീവിക്കാൻ ഇവർ സമ്മതിക്കുന്നില്ല. ആ സമയത്താണ് ഞാൻ സമരം ചെയ്യുന്നത്. ആ സമരം ചെയ്തിട്ട് നമുക്ക് ആ നാട്ടിൽ നിന്ന് തന്നെ പോകേണ്ട അവസ്ഥയിലേക്ക് എത്തിച്ചിട്ടാണ് നമ്മൾ സമരം ചെയ്തത്. അങ്ങനെയാണ് എനിക്ക് കണ്ണൂർ കാട്ടാമ്പള്ളിയിൽ 5 സെൻറ്റ് ഭൂമിയും വീട് വെക്കാനുള്ള പൈസയും തരുന്നത്. ആ 5 സെൻറ്റ് ഭൂമിയിൽ വീട് വെക്കാനുള്ള പൈസ ഈ സർക്കാർ, ഈ CPM ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോൾ 5 സെൻറ്റിൽ വീട് വെക്കാനുള്ള പൈസ ആദ്യം തന്നെ അങ്ങ് റദ്ദ് ചെയ്തു. അങ്ങനെ നമുക്ക് നമ്മളെ അഴീക്കോട് മണ്ഡലം MLA KM ഷാജി MLAൻ്റെ നേതൃത്വത്തിൽ അവരെ കണ്ട് നമ്മൾ സങ്കടം പറഞ്ഞിട്ട് ഗ്രീൻ വോയിസ് അബുദാബി എന്ന് പറയുന്ന ഒരു സംഘടന നമുക്ക് വീട് വെച്ചത്. ഞാൻ അതിൽ ബാങ്കിൽ നിന്ന് കുറച്ച് ലോണൊക്കെ എടുത്ത് അതിൻ്റെ ആധാരം വെച്ച് ലോണൊക്കെ എടുത്ത് തറേൻ്റെ പണിയൊക്കെ തുടങ്ങിയായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇവർ വീടിൻ്റെ പൈസ റദ്ദ് ചെയ്യുന്നത്. പക്ഷേ വീടിൻ്റെ പണി എങ്ങനെയെങ്കിലും പൂർത്തീകരിക്കാം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയായിരുന്നു ലോണെല്ലാം എടുത്തിട്ട് വീടിൻ്റെ പണി തുടങ്ങിയത്. ജാതിയുടെ വാൽ നോക്കി ഭ്രഷ്ട് ചെയ്യുക, ഇല്ലാത്ത ഈ പാവപ്പെട്ടവർ ഇവരെങ്ങോട്ടെങ്കിലും ഓടി രക്ഷപ്പെടേണ്ടി വരിക, ജീവിതത്തിൽ നിന്ന് തന്നെ നിഷ്കാസിതമായി പോവുക. നമ്മൾ ഈ ഫാസിസം എന്ന് പറഞ്ഞു നിൽക്കുന്നത് നമ്മുടെ ചുറ്റുവട്ടത്താണ്. നമ്മുടെ അല്ല, ഇത് ഒരു സമുദായത്തിൽപ്പെട്ട മുഴുവൻ ആളുകളോടും നടന്നൊരു ആക്രമമല്ല. നമുക്ക് അങ്ങനെ അതിനെ ഒരു ജനറലൈസ് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. അത് ആ കാലം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു പ്രത്യേക സമുദായത്തിൽപ്പെട്ട ആളുകൾ പൂർണ്ണമായിട്ടും ബുദ്ധമതത്തിലേക്കൊക്കെ മാറേണ്ടി വന്ന അയ്യങ്കാളിയുടെയൊക്കെ കാലം മുതൽ ഇങ്ങോട്ട് ഈ പറയുന്ന ഒരു സോഷ്യൽ ഐഡൻറ്റിറ്റിക്ക് വേണ്ടിയും സാമൂഹ്യ സമത്വത്തിനും വേണ്ടിയിട്ടുള്ള യുദ്ധങ്ങൾ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തിരുവിതാംകൂറിൽ വളരെ വേഗത്തിൽ സംഭവിച്ച സാമൂഹ്യ പരിവർത്തനങ്ങൾ അതേ വേഗത്തിൽ മലബാറിൽ സംഭവിച്ചിട്ടില്ല എന്നുള്ളത് നമ്മൾ അവിടെ പലപ്പോഴും ഇപ്പോഴും ഒരു ഫ്യൂഡൽ വ്യവസ്ഥയും ഫ്യൂഡൽ മേധാവിത്വവും ഒക്കെ ഈ അടിയാർ എന്ന് പറയുന്ന പ്രയോഗമടക്കം ഒരുപക്ഷെ സാധ്യമാവുന്നു എന്നുള്ളത് നമ്മൾ കാണാതിരുന്നുകൂടാ. ഇതിൽ ഈ സാമുദായികമായ ഒരു അധിക്ഷേപത്തിനപ്പുറം എന്തെങ്കിലും ഒരു രാഷ്ട്രീയ കാരണം കൂടി കാരണമുണ്ട്. കാരണം എൻ്റെ ഭർത്താവ് ഒരു CPM കാരനായിരുന്നു. 2 MLA-മാരുള്ള കുടുംബമാണ്. ഇപ്പോൾ സഖാവ് പിണറായി വിജയൻ സാറിൻ്റെ PA CM രവീന്ദ്രൻ പെങ്ങളുടെ ഭർത്താവാണ്. എൻ്റെ ഭർത്താവിൻ്റെ പെങ്ങളുടെ ഭർത്താവാണ്. ഇതെങ്ങനെയാണ് തുടങ്ങുന്നത്? നിങ്ങളുടെ സമുദായത്തിൽപ്പെട്ട ഒരുപാട് ആളുകൾ ആ പ്രദേശത്തിലുണ്ട്. സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് നേരിടേണ്ടി വരാത്ത തരത്തിലുള്ള ഒരു ഒറ്റപ്പെടുത്തൽ, ഒരു ആക്രമണം താങ്കൾക്ക് നേരിടേണ്ടി വന്നത് എന്തുകൊണ്ടാണെന്ന് കേൾക്കാൻ സ്വാഭാവികമായിട്ടുള്ള ഒരു കാരണം കൂടി ഉണ്ട്. ഞാൻ പറഞ്ഞുതരാം. നമ്മളെ സമുദായത്തിൽപ്പെട്ട പുലയ സമുദായത്തിൽപ്പെട്ട 2 പുരുഷന്മാർ അവർ ഓട്ടോ കൊണ്ട് വന്നിരുന്നു ആ ഓട്ടോ സ്റ്റാൻഡിൽ. പക്ഷേ അവർക്ക് ഓട്ടോ സ്റ്റാൻഡിൽ ഓട്ടോ ഓടിക്കാനുള്ള പെർമിഷൻ അവർ കൊടുത്തിട്ടില്ലായിരുന്നു. ഞാൻ ഈ ഓട്ടോറിക്ഷ വാങ്ങിച്ച കാലം തൊട്ട് ഇവർ പെർമിഷന് വേണ്ടി പോയി. അപ്പോൾ ഇവർ പെർമിഷൻ CITUവിൻ്റെ മെമ്പർഷിപ്പ് എടുത്താലേ പെർമിഷൻ തരാൻ പറ്റുള്ളൂ. സാരമില്ല, CITUവിൻ്റെ മെമ്പർഷിപ്പ് എടുക്കുക. അങ്ങനെ പെർമിഷൻ തന്ന് അതിന് ശേഷമാണ് ഞാൻ എൻ്റെ പേരിലല്ല എടുത്തത്, ഹസ്ബൻഡിൻ്റെ പേരിലായിരുന്നു എടുത്തത്. അപ്പോൾ ഓൾറെഡി ഒരു CPM വിശ്വാസി ആയിരുന്നു ആ സമയത്തൊക്കെ. എന്ത് കാരണമുണ്ടെങ്കിലും ഒരു സ്ത്രീയോട് രാഷ്ട്രീയ കാരണങ്ങൾ എന്താവട്ടെ, ഇങ്ങനെ ഒരു അന്തരീക്ഷം ഉണ്ടായതിൻ്റെ ഒരു സ്പാർക്ക് എന്തിലും ആവട്ടെ, അതൊന്നും ഒരാളോട് ഇത്രയധികം നീതികേട് കാണിക്കാനുള്ള ഒരു ന്യായീകരിക്കാനാവുന്ന ഒരു കാരണമേ അല്ല. കാരണം ഒരാളെ എന്തിൻ്റെ പേരിലാണ് ഇങ്ങനെ വേട്ടയാടുന്നത് എന്ന് വേട്ടയാടുന്നവർക്ക് ഉത്തരം പറയേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായേ പറ്റും. അമിത രാഷ്ട്രീയവത്കരണം കൊണ്ട് ശ്വാസം മുട്ടുന്നതാണ് കേരളത്തിൻ്റെ ഒരു അവസ്ഥ എന്ന് എനിക്ക് തോന്നുന്നു. ഏത് കാര്യത്തിലും രാഷ്ട്രീയത എന്ന് ഞാൻ പറയുന്ന ഒരു പൊളിറ്റിക്കലായിട്ടുള്ള ഒരു ഔട്ട്ലുക്കോ അല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള ശ്രമങ്ങളോ അല്ല. രാഷ്ട്രീയ പാർട്ടിയുടെ സങ്കുചിതമായിട്ടുള്ള ആവശ്യങ്ങൾക്കും വോട്ട് ബാങ്കിനും അവരുടെ കുടിപ്പകകൾക്കും അവയുടെ സംഘശക്തി കൊണ്ട് ഗുണ്ടായിസവും ഈ രീതിയിലേക്ക് നമ്മുടെ സമൂഹം മാറിയിരിക്കുക. നിർഭാഗ്യകരമായിട്ടുള്ള അവസ്ഥയാണ്. ഈ രഞ്ജി പറഞ്ഞതുപോലെ ഇത് കേരളീയ സമൂഹത്തിൽ നിന്ന് നടക്കുന്നു എന്നുള്ളത്, അതും വലിയ സമത്വവും സാഹോദര്യവും ഏറ്റവും താഴേക്കിടയുള്ള മനുഷ്യന് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നുള്ള ഒരു സങ്കല്പമൊക്കെയുള്ള പ്രസ്ഥാനത്തിൻ്റെ പേരിലാണ് നടക്കുന്നു എന്നുള്ളത് അപമാനകരമാണ്. ജീവിതത്തിന് മുന്നോട്ട് അതിജീവിച്ച് പോകട്ടെ, അതിനുള്ളൊരു കരുത്ത് ഉണ്ടാവട്ടെ. കരുത്തുള്ളത് കൊണ്ടാണല്ലോ ഇത്രയും നിന്നത്.
മുന്നോട്ട് പോകാൻ കഴിയട്ടെ. ഇനി ഇന്നത്തെ മത്സരാർത്ഥികൾ ശ്രീഖയ്ക്കും അഭിജിത്തിനും വേണ്ടി ജനശബ്ദം ഉയരേണ്ട സമയമായിരിക്കുന്നു. വരൂ, നിങ്ങൾക്ക് ആ വോട്ട് രേഖപ്പെടുത്തി ഈ ബാലറ്റ് ബോക്സിൽ നിക്ഷേപിക്കാം. പുതിയൊരു ചാലഞ്ചും പുതിയ മത്സരാർത്ഥികളുമായി വീണ്ടും കാണാം. ശുഭരാത്രി. പഞ്ചായത്ത് സ്റ്റേഡിയത്തിൽ വേസ്റ്റ് നിക്ഷേപിക്കാൻ പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനമെടുത്തോ? ഓ തീർച്ചയായിട്ടും പരിശോധിക്കപ്പെടേണ്ട കാര്യമാണ്. നിയമങ്ങളൊക്കെ ധാരാളമുണ്ട്, വളരെ ശാസ്ത്രീയമായിട്ടുള്ള നിയമങ്ങൾ ധാരാളമുണ്ട്. അത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ നമ്മുടെ അധികാര സ്ഥാനങ്ങളുടെ പല ഘടനയിൽപ്പെട്ടവർ പല രീതിയിൽ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അൾട്ടിമേറ്റ്ലി ഇറ്റ് ഈസ് അബൌട്ട് ഹൗ പീപ്പിൾ യൂസ് ഇറ്റ്. സർവ്വസ്ഥലത്തും വ്യാപിച്ചു കഴിഞ്ഞു. ഇനി മാറ്റാൻ പറ്റത്തില്ല. മാറ്റണമെങ്കിൽ നമ്മൾ അതിൻ്റെ എവിടെയാണ് ഉത്ഭവം അവിടെ സ്റ്റോപ്പ് ചെയ്യണം. തൊട്ടാൽ കത്തുന്ന തരം പൊളിറ്റിക്കലി സെൻസിറ്റീവായിട്ടുള്ള, സോഷ്യലി സെൻസിറ്റീവായിട്ടുള്ള ആളുകൾ താമസിക്കുന്ന ഇടങ്ങളാണ്. അപ്പം ഇത് സംഭവിച്ചു എന്ന് പറയുന്നത് ഞാൻ നിങ്ങളുടെ ഒരു ചോദ്യം ചെയ്യലേ അല്ല, പക്ഷേ എനിക്കിത് കേൾക്കുമ്പോൾ വിശ്വസിക്കാൻ ബുദ്ധിമുട്ട് തോന്നുമെന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ ഫസ്റ്റ് ടൈം സ്കൂളിൽ പഠിക്കുമ്പം എപ്പോഴാണ് ഓസ്കാർ ശ്രദ്ധിച്ചതെന്ന് അറിയില്ല. അതൊരു വലിയ ഗ്രാൻഡ് ഈവൻ്റ് ആയിരുന്നു. എറണാകുളം ഒരു ഹോളിഡേ ഇൻ ഹോട്ടലുണ്ട്. ആ ഹോട്ടലിൽ പ്രോഗ്രാം ചെയ്തൊരു 10,000 രൂപ ഉണ്ടായിരുന്നു. അപ്പോൾ അത് പിടിച്ചു പറിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. ഈ സ്വാമിയെ കൊലക്കേസ് പോലെ അത് വന്നിട്ട് വേറെ രീതിയിലായിരുന്നു. ഇത് കാശിന് വേണ്ടിയിട്ടായിരുന്നു. ട്രെയിനിൽ വെച്ചായിരുന്നു. ആ ട്രെയിനിൽ. ടെറിഫയിങ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരിക്കും. ഒരു അച്ഛനും അമ്മയൊക്കെ ഇതിൻ്റെ പിന്നിൽ നടക്കുക, 1 വർഷത്തോളം 2 വർഷത്തോളം ഇതിൻ്റെ പിന്നിൽ ഓഫീസുകൾ കയറി ഇറങ്ങുക.